ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെൻ ട്രിപ്ലെറ്റ്സ്. ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പീസും കൊണ്ടൊന്നുമല്ല കേട്ടോ. എൻ്റെ 3 മക്കളുടെ ഒരു പകുതി ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ അവരെല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 3 പേര് എണീച്ചിട്ടുണ്ട്. എണീച്ച് കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് നടക്കും. ഒരു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കും. അപ്പം ഞാൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാണ്. അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഡീറ്റെയിൽ ആയിക്കാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിക്കാണ് ഒന്ന് കാണണേ. അപ്പം നമുക്ക് ചെറുതായിട്ട് പാനിലേക്ക് ചെറുതായിട്ടൊന്ന് ചുട്ട് കൊടുക്കാം. അത് ആവശ്യം ഇങ്ങനെ അടുപ്പത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരിതാ ദോശ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള അമൃതപ്പൊടി കൊണ്ടുള്ള പുതിയ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി വാച്ച് ചെയ്യണം. ഇതുപോലെ പിച്ച് പോകാനുള്ള പരിപാടിയാണ്. എല്ലാവർക്കും ഉമ്മയും ടാറ്റൊക്കെ കൊടുത്ത് കാണ്ട് പോവുകയാണ്. ആയിഷു പോകുന്ന വഴിക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പോകുന്നത്. ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞേക്കാണ്. ഓളെ ഇപ്പച്ചി പോണത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ. റെയിനുവിന് രാവിലെ മുതൽ കുറച്ച് ചെറിയൊരു കുറുമ്പ്. അപ്പോൾ ഞാൻ അവനെടുത്തുകൊണ്ട് നിൽക്കാട്ടോ. അതാണ് റെയിനുവിനെ കാണാത്തത്. അവനെടുത്തുകൊണ്ടാണ് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ഫൈസ് ചിലപ്പോൾ കരയിലുണ്ട് പോകുമ്പോൾ. ഇന്നിപ്പോൾ എന്തിയാവോ കരഞ്ഞിട്ടില്ല. അപ്പോൾ 3 പേരും കളിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. രാവിലത്തെ ദോശ ഉണ്ട്. ആ ദോശയും കൈ പിടിച്ച് കാണ്ട് കഴിക്കണമുണ്ട്, കളിച്ചണമുണ്ട്. ഒരു പുതിയ വിശേഷം എന്താ ചോദിച്ചാൽ ഫൈസും ആയിഷും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പൊറ്റക്ക് ഇങ്ങനെ നടക്കും. റെയിനു പിടിച്ച് നിൽക്കും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ അടുത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ അതാട്ട് അവരുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് പിരികൊക്കെ എഴുതി കൊടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതാ റെയിനുവിനാണ് പിരിക് എഴുതി കൊടുക്കണം കേട്ടോ. അതിന് മാറ്റി വാങ്ങി സുന്ദരനായിക്കണം കേട്ടോ. ഈ ഫൈസൂനാട്ടോ പിരിക് എഴുതി കൊടുക്കണത്. ഓല കയ്യിലൊക്കെ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഒന്ന് അടങ്ങി കിടക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എഴുതാനൊന്നും അയക്കൂല. അതിൻ്റെ പിരികത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഐഷുവിനാണ് അടുത്തത് പിരിക് എഴുതി കൊടുക്കുന്നത്. അവൾ അടങ്ങി പാത്ത് കിടക്കൊന്നുമില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കും. ശരിക്കും എഴുതാൻ അയക്കൂല. അവൾ പെൺകുട്ടി ആയതുകൊണ്ട് കണ്ണിൻ്റെ 2 സൈഡിലും വാലെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കാനേ. പാഷിതാട്ടോ സുന്ദരിയാക്കണ്ടേ. 3 പേരും കുളിച്ച് റെഡിയായി.
ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. കേട്ടോ ഓരോരുത്തർ കട്ടിലുമ്പോൾ കടക്കൽ തുടങ്ങിയിട്ടുണ്ട് ഉറക്കം വന്നിട്ട്. അതിനിതാ കടക്കൽ തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇവരെ ഉറക്കാം. ഞങ്ങൾ തൊട്ടിൽ ഉറങ്ങാൻ പോവാണ് കേട്ടോ ഗൈസ്. ഇവരെ മൂന്നാളി പിന്നെ ഉറക്കാണ് കേട്ടോ. ഐശ്വര്യ ഐശ്വര്യമണിയേ മൂന്നാളെ തൊട്ടിയും ഒരു റൂമിൽ തന്നെ 3 പേരും അതങ്ങനെ കേട്ടോ 3 ആളെ തൊട്ടിയും കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാട്ടോ 3 പേര് ഉറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.